ഒരിടവേളയ്ക്ക് ശേഷം ചൈനീസ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ വന്ന ഉണർവ് മെറ്റൽസിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതിനും മെറ്റൽ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഉയരുന്നതിനും കാരണമായി. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്കണോമിക് ഡേറ്റ പ്രകാരം ചൈനയുടെ മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് ഫെബ്രുവരി മാസത്തിൽ 49.1% അവിടെ നിന്നും മാർച്ച് മാസത്തെ മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് 50.8 ഉയർന്നു. ഇത് കഴിഞ്ഞ 6 മാസത്തെ ഏറ്റവും ഉയർന്ന മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുകയും 13 മാസത്തെ ഏറ്റവും ഉയർന്ന മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റിയുടെ വളർച്ചാ നിരക്കിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ എക്കോണമിയായ ചൈനീസ് എക്കോണമി സ്റ്റെബിലൈസ് ആകാൻ പോകുന്നു എന്നതാണ്. ഇത് മെറ്റൽ സെക്ടറിൽ ഒരു റാലിക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് 3.4% ഉയരുകയും ഹിന്ദുസ്ഥാൻ കോപ്പർ, വെൽപ്സൺ കോർപ്പ്, വേദാന്ത തുടങ്ങിയ സ്റ്റോക്കുകൾ 8% ഉയരുകയും ചെയ്തു. മാനുഫാക്ചറിംഗ് ഇൻഡെക്സിലുള്ള പോസിറ്റീവ് ഡേറ്റ കൂടാതെ കോമോഡിറ്റി സെക്ടറിലും ഒരു സ്ട്രക്ചറൽ ബുൾ സൈക്കിളിൻ്റെ ആരംഭമായിട്ടാണ് ഈ ആക്ടിവിറ്റിയെ പല അനലിസ്റ്റുകളും വിശേഷിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും 2000-ന് ശേഷമുള്ള ഒരു കോമോഡിറ്റി സൂപ്പർ സൈക്കിൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് പല അനലിസ്റ്റുകളും പറയുന്നു. ഇതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണം ഗ്ലോബലി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന വർധനവും രാജ്യങ്ങൾ അവരുടെ ഡിഫൻസ് സ്പെൻഡിന് വേണ്ടി കൂടുതൽ തുക നീക്കിവെക്കുന്നതുമാണ്. രാജ്യങ്ങൾ ഡിഫൻസ് സ്പെൻഡിന് വേണ്ടി കൂടുതൽ തുക നീക്കിവെക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കോപ്പർ, സിങ്ക്, ലെഡ് തുടങ്ങിയവയുടെ ഡിമാൻഡ് വർധനവുണ്ട്. ഈ സാഹചര്യത്തിൽ ആൾറെഡി സപ്ലൈ ഡ്രൈ അപ്പ് ആയതുകൊണ്ട് മെറ്റൽസിൽ നമ്മൾക്കൊരു പ്രൈസ് ഷൂട്ടപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയിലും വളരെ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. 2030 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ക്രൂഡ് സ്റ്റീലിൻ്റെ ഡിമാൻഡ് 300 മെട്രിക് ടണ്ണും ഇരുമ്പയിരിൻ്റെ ഡിമാൻഡ് 435 മുതൽ 445 മെട്രിക് ടണ്ണായി ഉയർന്നേക്കും എന്ന് മോത്തിലാൽ ഒസ്വാൾ പറയുന്നു. ഇതെല്ലാം സ്റ്റീൽ, ഇരുമ്പയിര് തുടങ്ങിയവ മാനുഫാക്ചറിംഗ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ടുള്ള പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ടാറ്റ ഗ്രൂപ്പിലെ ഒരു സ്റ്റോക്കാണ് ടാറ്റ സ്റ്റീൽ. ടാറ്റ സ്റ്റീൽ കഴിഞ്ഞ ദിവസം 4.4% ഉയർന്ന് 162 രൂപ 80 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് 2.21%, 52 വീക്ക് ഹൈ 163, 52 വീക്ക് ലോ 103. ടാറ്റ സ്റ്റീലിൽ വന്ന ചില പോസിറ്റീവ് ന്യൂസുകളുടെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഒന്ന്, നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ വഴി കമ്പനി 2700 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്തു. ടാറ്റ സ്റ്റീലിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള നീലാഞ്ചൽ ഇസ്പാട്ട് നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഗുഡ്സ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയും 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി 10,850 കോടിയിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി ഈ കമ്പനിയിലേക്ക് ടാറ്റ സ്റ്റീൽ 1000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ അപ്ഡേറ്റ്. ഇവിടെ വരുന്ന 3 വർഷത്തിനുള്ളിൽ 6,600 കോടി രൂപ നീലാഞ്ചൽ ഇസ്പാട്ട് നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഇക്വിറ്റി ഇൻഫ്യൂഷൻ വഴിയും ടാറ്റ ഗ്രൂപ്പ് നടത്തിയേക്കും. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നീലാഞ്ചൽ ഇസ്പാട്ട് നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയും ഉയരും. കമ്പനിയുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റീൽ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി 1.1 മെട്രിക് ടൺ പെർ ആനമാണ്. ഇതുകൂടാതെ നീലാഞ്ചൽ ഇസ്പാട്ട് നിഗം ലിമിറ്റഡ് എന്ന കമ്പനിക്ക് റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി TSPG ഗ്രൂപ്പുമായും ടാറ്റ ഗ്രൂപ്പ് ധാരണയിലെത്തിയിട്ടുണ്ട്. ഈ ന്യൂസുകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ടാറ്റ സ്റ്റീലിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ JP മോർഗനും ഫിസ്ഡോവും ടാറ്റ സ്റ്റീലിന് 170 രൂപയുടെ ടാർഗറ്റും ആക്സിസ് സെക്യൂരിറ്റി, ബാൻഡ് വാഗൺ തുടങ്ങിയ ബ്രോക്കേജ് ഏജൻസികൾ 177 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ടെക്നിക്കലി ടാറ്റ സ്റ്റീൽ എന്ന സ്റ്റോക്ക് 20-ഡേ, 50-ഡേ, 100-ഡേ, 200-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് സ്ട്രോങ് പോസിറ്റീവ് മൊമെൻറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. കൂടാതെ വരും സമയങ്ങളിൽ ഈ അപ്സൈഡ് ട്രെൻഡ് തുടരാനും സാധ്യതയുണ്ട്. അതേസമയം സ്റ്റോക്കിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ബ്രേക്കൗട്ട് വന്നതുകൊണ്ട് ബ്രേക്കൗട്ട് ലെവലായ 150 അല്ലെങ്കിൽ 145, 150 തുടങ്ങിയ ലെവലിനെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ടാറ്റ സ്റ്റീൽ എന്ന സ്റ്റോക്കിൽ ഒരു ബൈ ഓൺ ഡിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 145, 150 തുടങ്ങിയ റേഞ്ചുകളിൽ പൊസിഷൻ എടുത്താൽ ടാറ്റ സ്റ്റീലിൽ നിന്നും 180, 200, 220 തുടങ്ങിയ ടാർഗറ്റുകൾ എയിം ചെയ്യാം എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. 140 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതേസമയം സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ബുള്ളിഷ് ട്രെൻഡ് പാറ്റേൺ ആണ് സ്റ്റോക്ക് ഫോളോ ചെയ്യുകയും ചെയ്യുന്നത്.
വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഇനി ഈ ബ്രേക്കൗട്ട് ലെവലിനെ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും പരിഗണിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റ ടെക്നോളജി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ ടെക്നോളജി 2.8% ഉയർന്ന് 1050 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 1400, 52 വീക്കിലോ 1020. ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്ക് അതിൻ്റെ ലിസ്റ്റിംഗ് പ്രൈസിൽ നിന്നും താഴ്ന്ന ലെവലിൽ ലഭിക്കുന്നു. കൂടാതെ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 25% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ടാറ്റ ടെക്നോളജി BMW ഗ്രൂപ്പുമായി ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ ഓട്ടോമോട്ടീവ് പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സിമുലേഷൻ തുടങ്ങിയവ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് BMW ഗ്രൂപ്പുമായി ചേർന്ന് ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിക്കാൻ ടാറ്റ ടെക്നോളജി ശ്രമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നമുക്ക് ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. 2025 ഏകദേശം 30 മില്യൺ യൂറോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ തന്നെ ഒരു സബ്സിഡറിയായി 1989 ലിസ്റ്റഡായ 1989 എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനിയാണ് ടാറ്റ ടെക്നോളജി. അതിനുശേഷം കമ്പനി നിരവധി ഗ്ലോബൽ അക്വിസിഷൻസ് നടത്തുകയും മൾട്ടിനാഷണൽ പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് കമ്പനിയായി വളരുകയും ചെയ്തു. റീസെൻ്റ്ലി കമ്പനിക്ക് പല പ്രമുഖ ഓട്ടോമോട്ടീവ് OEMൻ്റെ സൈഡിൽ നിന്നും പല ഓർഡറുകളും ലഭിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ ഒരു ലക്ഷറി ഓട്ടോമോട്ടീവ് OEM ഓട്ടോസ്റ്റാർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ടാറ്റ ടെക്നോളജിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ നോർത്ത് അമേരിക്കൻ ഓട്ടോമോട്ടീവ് OEM SAP ആൻഡ് PLM മാനേജ് സർവീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ടാറ്റ ടെക്നോളജിയെ സെലക്ട് ചെയ്തു. ഒരു ഏഷ്യൻ ഓട്ടോമോട്ടീവ് OEM പ്രീമിയം ക്രോസ് ഓവർ സെഡാൻ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും ടാറ്റ ടെക്നോളജിയെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ടാറ്റ ടെക്നോളജിയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതേസമയം വളരെ കുറച്ച് ക്ലയൻറ്റുകൾ മാത്രമേ ഉള്ളൂ. ക്ലയൻറ്റുകളുടെ കോൺസെൻട്രേഷനും ഈ കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേൺ ആണ്. ഇനി പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ സിനോസോൺസ് റീസെൻ്റ്ലി നടത്തിയ സർവേയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയായി ടാറ്റ ടെക്നോളജിയെ വിലയിരുത്തിയിട്ടുണ്ട്. ഗ്ലോബലി തന്നെ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന മൂന്നാമത്തെ ഏറ്റവും മികച്ച കമ്പനിയും ടാറ്റ ടെക്നോളജിയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ സ്റ്റോക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഇപ്പോൾ ഹെവി ഡിസ്കൗണ്ടിലും ലഭിക്കുന്നു. ടാറ്റ ടെക്നോളജിക്ക് ബൊഫ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് അമേരിക്ക ബൈ എന്ന റേറ്റിംഗും 1400 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മുമ്പ് ന്യൂട്രൽ റേറ്റിംഗ് ആയിരുന്നു. അവിടെ നിന്നും റേറ്റിംഗ് ഇപ്പോൾ ബൈ എന്ന ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട്. 25% അപ്സൈഡ് അല്ലെങ്കിൽ 25% റിട്ടേൺ തരാനുള്ള കേപ്പബിലിറ്റിയാണ് ടാറ്റ ടെക്നോളജിക്കുള്ളത്. ഇനി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയതിൻ്റെ പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, എയറോസ്പേസ് ആൻഡ് ഓട്ടോമോട്ടീവ് സെക്ടറിൽ കമ്പനി മികച്ച വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, വെഹിക്കിൾ ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ട്രെൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾസിലേക്ക് മാറുന്നത് ടാറ്റ ടെക്നോളജിക്ക് അനുകൂലമാണ്. കൂടാതെ കമ്പനിയുടെ ക്ലയൻറ്റ് കോൺസെൻട്രേഷൻ ഇവിടെ കമ്പനിക്ക് ഫേവർ ആവുകയും ചെയ്യും. കൂടാതെ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ ഒരു പ്രധാന സെക്യുലർ ടെയിൽ വിൻഡായി പ്രവർത്തിക്കുന്നു. ഈ വാർത്തകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാം. സ്റ്റോക്ക് ഇപ്പോൾ ഹെവി ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. 2024 മാത്രം സ്റ്റോക്ക് ഏകദേശം 11.73% കറക്റ്റായി. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 4.27% കറക്റ്റായി. സ്റ്റോക്ക് അതിൻ്റെ ലിസ്റ്റിംഗ് പ്രൈസിൽ നിന്നും താഴ്ന്ന ലെവലിൽ ലഭിക്കുന്നു. 1000 എന്ന റേഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം സ്റ്റോക്ക് ഇപ്പോഴും ഡൗൺവേർഡ് ട്രെൻഡിൽ തന്നെയാണ്. ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം മാത്രം ഷോർട്ട് ടൈമിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ പരിഗണിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.